ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. മനോഹരമായ ഈ നല്ല സമയത്തിനായി ദൈവത്തെ അതിയായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നാം ഇതുവരെ സമാഗമന കൂടാരം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമുക്ക് സമാഗമന കൂടാരത്തിൻ്റെ ബാക്കി ഭാഗങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. സമാഗമന കൂടാരം സ്വർഗീയമായ സമാഗമന കൂടാരം, ഭൗതികമായ സമാഗമന കൂടാരം, ഒപ്പം തന്നെ സമാഗമന കൂടാരം നിർമ്മിക്കുന്നുള്ള പശ്ചാത്തലം, പിന്നീട് സമാഗമന കൂടാരം നിർമ്മിക്കുന്നതിൻ്റെ അസംസ്കൃത വസ്തുക്കളെ സംബന്ധിച്ച്, പിന്നീട് സമാഗമന കൂടാര ഉപകരണങ്ങൾ 14 നിയമപ്പെട്ടകം, പിന്നീട് നമുക്ക് കൃപാസനം, കാഴ്ചയപ്പത്തിൻ്റെ മേശ, ഒപ്പം തന്നെ നിലവിളക്ക്, ധൂപപീഠം, തിരശീല, മറശീല, തിരുനിവാസത്തിൻ്റെ ചുവര്, മൂടുശീല, പ്രാകാരം, താമര തൊട്ടി, ഒപ്പം തന്നെ താമരയാഗപീഠം, പ്രാകാരം, ഒപ്പം തന്നെ പ്രാകാരവാതിൽ, അങ്ങനെ ധൂപവർഗം, അങ്ങനെ 14 സമാഗമന കൂടാര ഉപകരണങ്ങൾ നമുക്ക് പഠിക്കാൻ തൊക്കണം സാധിച്ചു. നമ്മൾ ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത് സമാഗമന കൂടാര, ആ കൂടാരത്തിൽ ശുശ്രൂഷകൾ, അതായത് പ്രധാനപ്പെട്ട യാഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇനി ചിന്തിക്കാനായിട്ട് പോകുന്നത്. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കരുണയോടെ ഞങ്ങളെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയനാഥ, മനോഹരമായ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ദൈവമേ, അടിയങ്ങൾക്ക് ഇത്രയും സമാഗമന കൂടാര ഉപകരണങ്ങളെക്കുറിച്ച് പഠിക്കുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. തുടർന്നുള്ള ഞങ്ങളുടെ ചിന്തയിലും കർത്താവിൻ്റെ കൃപ കൂടിയിരിക്കണം. സകല മാനവും മഹത്വം കർത്താവ് എടുക്കണം. യേശു കർത്താവ് നാം ചോദിക്കുമ്പോൾ ദൈവം പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. സമാഗമന കൂടാര ഉപകരണങ്ങൾ നാം പഠിച്ചു കഴിഞ്ഞു. ഇനി നാം പഠിക്കാനായിട്ട് പോകുന്നത് പ്രധാനപ്പെട്ട യാഗങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത്. പ്രധാനപ്പെട്ട യാഗങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായും സമാഗമന കൂടാരത്തിൽ നടത്തി വന്നിരുന്ന യാഗങ്ങളെന്ന് പറയുന്നത് 5 തര യാഗങ്ങളാണ് സമാഗമന കൂടാരത്തിൽ നടത്തിക്കൊണ്ടുവന്നതെന്ന് നമുക്ക് കാണുവാൻ നോക്കാൻ സാധിക്കുന്നു. 1 ഹോമയാഗം, 2 ഭോജനയാഗം, 3 സമാധാനയാഗം, 4 പാപയാഗം, 5 അകൃത്യയാഗം എന്ന് കാണുവാൻ സാധിക്കും. ഒന്നാമതായിട്ട് ഹോമയാഗം, രണ്ടാമതായിട്ട് ഭോജനയാഗം, മൂന്നാമതായിട്ട് സമാധാനയാഗം, നാലാമതായിട്ട് പാപ പരിഹാരയാഗം, പിന്നീട് അകൃത്യയാഗം എന്ന് കാണുവാൻ സാധിക്കുന്നു. ഈ 5 യാഗങ്ങളാണ് പ്രധാനമായും സമാഗമന കൂടാരത്തിൽ നടത്തിക്കൊണ്ടുവന്നിരുന്നത് കാണാൻ സാധിക്കും. സ്വമേധ അല്ലെങ്കിൽ ഹോമയാഗം എന്ന് പറയുന്നത്, അതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് നമുക്ക് കടന്നു പോകാം. ഹോമയാഗം എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ്റെ വ്യക്തിപരമായ പാപങ്ങൾക്ക് വേണ്ടി ഒരുവൻ പ്രായശ്ചിത്തമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന യാഗമാണ് ഹോമയാഗം എന്ന് പറയുന്നത്. ഹോമയാഗം എന്ന് പറയുന്നത് ഒരുവൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി, യാഗത്തെക്കുറിച്ച് പറയണമെങ്കിൽ നിരവധി കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ആ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടന്നു പോയാൽ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുകയില്ല. കാരണം അത്രമാത്രം ഡീപ്പായിട്ടുള്ള വിഷയമാണത്. അപ്പോൾ ഹോമയാഗം എന്ന് പറയുന്നത് ഒരുവൻ്റെ പാപങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെടുന്നതാണ് പ്രായശ്ചിത്തമായി, അല്ലെങ്കിൽ ഒരുവൻ്റെ പാപത്തിന് പ്രായശ്ചിത്തമായി ചെയ്യേണ്ടതാണ് ഹോമയാഗം എന്ന് പറയുന്നത്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവൻ തന്നെ സ്വയം അർപ്പിക്കുന്നതാണ്. ഒരുപക്ഷെ അതാരും നിർബന്ധിക്കുകയില്ല. അത് വേണമെങ്കിൽ അവന് ചെയ്യാം, ചെയ്യാതിരിക്കാം. പക്ഷേ എങ്കിലും ഒരുവൻ ചെയ്തിരിക്കും. കാരണം നമ്മൾ ദൈവമേ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയുന്നത് പോലെ എപ്പോൾ വേണമെങ്കിലും ദൈവസന്നിധിയിൽ വന്ന് അവന് ഈ പറയുന്ന ഹോമയാഗം അർപ്പിക്കാം. അത് സ്വമേധയായി അർപ്പിക്കേണ്ടത് ഒന്നാണ്. സ്വമേധയായി, അവിടെ ആരും നിർബന്ധിക്കുകയില്ല. മഹാപുരോഹിതനോ പുരോഹിതന്മാരോ ആരും തന്നെ അവിടെ യാതൊരുവിധമായിട്ടുള്ള ഒരു നിർബന്ധവും അവിടെ വെക്കുകയില്ല എന്ന് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. ഈ യാഗം പഠിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, അവിടെ ആ യാഗം കഴിക്കുന്നത്, അതിൻ്റെ ശുശ്രൂഷകന്മാരെന്ന് പറയുന്നത് പുരോഹിതന്മാരാണെന്ന് കാണാൻ തൊക്കണം സാധിക്കും. ഒപ്പം തന്നെ പുരോഹിതന്മാർ തന്നെ അതിലെ
ഏറ്റവും പ്രധാനപ്പെട്ടത് മഹാപുരോഹിതനാണ്. ഈ പറയുന്ന അവിടുത്തെ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് മഹാപുരോഹിതൻ എന്ന് കാണാൻ നമുക്ക് സാധിക്കും. ആ മഹാപുരോഹിതൻ്റെ വസ്ത്രങ്ങളും ഒപ്പം തന്നെ മഹാപുരോഹിതൻ അല്ലെങ്കിൽ പുരോഹിതന്മാരുടെ വസ്ത്രങ്ങളും അവരുടെ ശുശ്രൂഷകളൊക്കെയും ധാരാളമുണ്ട്. നമുക്ക് കഴിയുമെങ്കിൽ നമുക്കതൊക്കെയും പഠിക്കാൻ തക്കോണം സാധിക്കും. നോക്കാം, നമുക്ക് അപ്രകാരം അതിൻ്റെ ഉള്ളറകളിലേക്ക് നമുക്ക് പോകാൻ തക്കോണം സാധിക്കുമെങ്കിൽ നമുക്കത് പഠിക്കാൻ തക്കോണം സാധിക്കും. എങ്കിൽ നമുക്ക് ഇപ്പോൾ ചിന്തിക്കുന്നത് യാഗത്തെക്കുറിച്ചാണ്. അപ്പോൾ ഹോമയാഗം എന്ന് പറയുന്നത് ഒരുവൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി നടത്തുന്ന യാഗമാണ് ഹോമയാഗം എന്ന് പറയുന്നത്. ദൈവത്തോടുള്ള ഭക്തിയെ പ്രദർശിപ്പിക്കുന്നതാണ്. അപ്പോൾ അവിടുത്തെ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു സമ്പൂർണ്ണ യാഗമായി ക്രിസ്തുവിൻ്റെ മരണം, അതാണ് വാസ്തവത്തിൽ നമുക്ക് ഈ പറയുന്ന ഹോമയാഗത്തെ കാണുവാൻ കൊണ്ട് സാധിക്കുന്നത്. ഹോമയാഗം എന്ന് പറയുന്നത് ഒരുവൻ പ്രായശ്ചിത്തമായി അർപ്പിക്കേണ്ടതാണ്, ദൈവത്തോടുള്ള ഭക്തി പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഒപ്പം തന്നെ സമ്പൂർണ്ണമായ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു എന്ന് നമുക്ക് കാണുവാൻ കൊണ്ട് സാധിക്കുന്നതാണ് ഹോമയാഗം എന്ന് പറയുന്നത്. രണ്ടാമത്തെ യാഗമാണ് ഭോജനയാഗം. രണ്ടാമതായിട്ട് ഭോജനയാഗം. എന്താണ് ഭോജനയാഗം എന്ന് പറയുന്നത്? ആരാധനയുമായി ബന്ധപ്പെട്ട് ആരാധനയും ദൈവത്തോടുള്ള ബഹുമാനവും ഭക്തിയും പ്രദർശിപ്പിക്കുവാൻ വേണ്ടി അർപ്പിക്കുന്ന യാഗമാണ് ഭോജനയാഗം എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ അവിടെയുള്ള ഇസ്രായേൽ മക്കളുടെ എല്ലാ വിളവുകൾ ഒപ്പം തന്നെ അങ്ങനെയുള്ള എല്ലാവിധമായ ഈ പറയുന്ന കർഷകത്തിൻ്റെ അവരുടെ ഭോജനയാഗം, ഭക്ഷിക്കേണ്ടതായിട്ടുള്ള യാഗങ്ങളെല്ലാം, അതെല്ലാം തന്നെ ദൈവത്തോടുള്ള ബഹുമാനവും ഭക്തിയും പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടി അവർ നൽകിയിട്ടുള്ള യാഗമാണ്. നാം എല്ലാവരും ദൈവത്തിൽ നിന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് നൽകിത്തരുന്നതെല്ലാം തന്നെ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതാണെന്നാണ് അതിനർത്ഥം. പിന്നീട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ യാഗത്തിൻ്റെ പ്രതീകമായിട്ട് നോക്കുമ്പോൾ ക്രിസ്തു സമ്പൂർണ്ണ മനുഷ്യനായി തന്നെത്താൻ മറ്റുള്ളവർക്ക് വേണ്ടി ദൈവത്തോട് ഏൽപ്പിച്ചു കൊടുത്തു, ദൈവത്തിനുമായി ഏൽപ്പിച്ചു കൊടുത്തു എന്നതാണ് അതിനർത്ഥം. അവിടെ നമുക്ക് വരുന്ന എല്ലാവിധമായ കാര്യങ്ങളും ദൈവമാണ് നൽകി തരുന്നതെന്നാണ് അത് നമുക്ക് ആ ഒരു ഭാഗത്ത് നമുക്ക് കാണുന്നതൊക്കെ കൊണ്ട് സാധിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ഭോജനയാഗം കൊണ്ട് അർത്ഥമാക്കുന്ന ദൈവം നമുക്കെല്ലാം നൽകി തന്നിരിക്കുന്നു. ആരാധന ഇതെല്ലാം ദൈവത്തോട് നൽകുന്നതാണ്. ആ ഒരു കാര്യമാണ് നമുക്ക് ഭോജനയാഗത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കൊണ്ട് സാധിക്കുന്നത്. ഒരു സമ്പൂർണ്ണ മനുഷ്യനായി തന്നെത്താൻ മറ്റുള്ളവർക്കും ദൈവമായി ഏൽപ്പിച്ചു കൊടുത്ത കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് നമുക്ക് കാണുവാൻ തൊക്കെ സാധിക്കുന്നത്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു ഒരു സമ്പൂർണ്ണ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്നു, നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു എന്ന് കാണുവാൻ തൊക്കെ സാധിക്കുന്നു. അപ്പോൾ ഹോമയാഗത്തെക്കുറിച്ച് ചിന്തിച്ചു, ഭോജനയാഗത്തെക്കുറിച്ച് ചിന്തിച്ചു. മൂന്നാമതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ തൊക്കെ സാധിക്കുന്നത് സമാധാനയാഗം. എന്താണ് സമാധാനയാഗം എന്ന് പറയുന്നത്? നന്ദി പറയുവാൻ വേണ്ടി നമ്മൾ ഹോമയാഗത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ അവിടെ പാപങ്ങളുടെ പ്രായശ്ചിത്തമായിട്ട് നടത്തുന്നതാണ് ഹോമയാഗം എന്ന് പറയുന്നത്. ഭോജനയാഗം എന്ന് പറയുന്നത് ആരാധനയുമായി ബന്ധപ്പെട്ട് ദൈവം നമുക്ക് ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നടത്തുന്നതാണ് ഭോജനയാഗം എന്ന് പറയുന്നത്. പിന്നീട് മൂന്നാമതായിട്ട് സമാധാനയാഗം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള നന്ദി പ്രദർശിപ്പിക്കുവാൻ, ദൈവം നൽകി തന്നിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും, ദൈവം നൽകി തന്നിരിക്കുന്ന എല്ലാവിധമായ സാധന ജംഗമ വസ്തുക്കൾക്കെല്ലാം തന്നെ നാം നന്ദി പറയുമ്പോഴാണ് സമാധാനയാഗം നമുക്ക് അർപ്പിക്കുന്നത്. അതുകൂടാതെ തന്നെ അതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള കൂട്ടായ്മയാണ്. ദൈവവുമായുള്ള നല്ലൊരു കൂട്ടായ്മ ബന്ധത്തിലേക്ക് വരിക എന്നതാണ് ഈ സമാധാന യോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവവുമായി കർത്താവായ യേശുക്രിസ്തു നമ്മെ ബന്ധിപ്പിക്കുന്ന ആ ഒരു ബന്ധമാണ് നമുക്കിവിടെ സമാധാന യാഗം കൊണ്ട് നമ്മൾ കാണുന്നത്. ഒരിക്കൽ കൂടെ പറയാം. സമാധാന യാഗം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള നന്ദി പറയുകയാണ്, കൂട്ടായ്മയാണ്, ഒപ്പം തന്നെ
ദൈവവുമായുള്ള ബന്ധം സ്ഥാപിക്കുകയാണ്. അങ്ങനെ ആണ് സമാധാന യാഗത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാലാമത്തെ യാഗം എന്ന് പറയുന്നത് പാപ പരിഹാരയാഗം. ഈ പാപപരിഹാരയാഗം എന്ന് പറയുമ്പോൾ മറ്റേ 3 യാഗങ്ങൾ, അതായത് ഹോമയാഗം, ഭോജനയാഗം, സമാധാനയാഗം, ഈ 3 യാഗങ്ങളും നമുക്ക് അത് നിർബന്ധമില്ലാത്തൊരു കാര്യമാണ്. നിർബന്ധമില്ല എന്ന് പറഞ്ഞാൽ ആരും ചെയ്യില്ല എന്നർത്ഥത്തിലല്ല, ദൈവമായിട്ട് പറഞ്ഞ് അത് ചെയ്യിക്കുന്നില്ല. നമ്മൾ പാപത്തിൽ നിബന്ധിച്ചു പോകുമ്പോഴോ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നേടി ദൈവം തരുമ്പോഴോ ആ സമയത്തൊക്കെ വന്ന് ദൈവത്തോട് നന്ദി പറഞ്ഞ് നമുക്ക് ആ ഒരു യാഗം അർപ്പിക്കാവുന്നതാണ്. പക്ഷേ പാപപരിഹാരയാഗം, ആ പാപപരിഹാരയാഗം, നാലാമതായി ഉള്ള പാപപരിഹാരയാഗം ഒരു കാരണവശാലും അത് അല്ലെങ്കിൽ അത് ചെയ്യാതിരിക്കാൻ കഴിയില്ല. കാരണം അത് ചെയ്തേ പറ്റൂ. മനഃപൂർവ്വമല്ലാതെ വന്ന അശുദ്ധി, അശ്രദ്ധ, അവഗണന മുതലായവയ്ക്ക് പരിഹാരമായി എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം നമ്മൾ വരുത്തി വന്നിരിക്കുന്ന പാപങ്ങൾക്ക്. കുറച്ചും കൂടെ നമ്മൾ ആഴത്തിൽ പറയുകയാണെങ്കിൽ മനുഷ്യനോട് ചെയ്തു പോയ തെറ്റുകൾക്ക് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പാപയാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾക്ക്, ക്ഷമിക്കാൻ മനുഷ്യനോടല്ല ദൈവത്തോട് ചെയ്തു പോയ തെറ്റുകൾക്ക് 1 മുതൽ 4 വരെയുള്ള കൽപ്പനയുടെ ലംഘനത്തിൽ അടിമവീടായ മിസ്രൈം ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിൻ്റെ ദൈവമാകുന്നു, ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്കുണ്ടാകരുത് എന്നുള്ള 1ാമത്തെ കൽപ്പനയും, ഒപ്പം തന്നെ ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്, മീതെ സ്വർഗത്തിലെങ്കിലോ ഭൂമിയിലെങ്കിലോ ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലോ ഉള്ള യാതൊന്നിൻ്റെയും പ്രതിമ അരുത്, അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. അപ്പോൾ അപ്രകാരം ആ ഒരു കൽപ്പന, 2ാമത്തെ കൽപ്പന ലംഘിക്കപ്പെടുമ്പോഴോ തൻ്റെ ദൈവത്തിൻ്റെ നാമം വൃഥായി എടുക്കരുത്. തൻ്റെ നാമം വൃഥായി എടുക്കുന്നതിനെ യഹോവ ശിക്ഷിക്കാതെ വിടുകയില്ല. ഒപ്പം തന്നെ ശബ്ബത്ത് നാളെ ശുദ്ധീകരിപ്പാൻ ഓർക്കുക, 6 ദിവസം അധ്വാനിച്ച് നിൻ്റെ വേലയൊക്കെയും ചെയ്യുക, 7ാം ദിവസം നിൻ്റെ ദൈവമായ യഹോവയുടെ ശബ്ബത്താകുന്നു, അന്ന് നീയും നിൻ്റെ പുത്രനും നിൻ്റെ പുത്രിയും നിൻ്റെ പടിവാതിൽക്കുള്ള പരദേശിയും നിൻ്റെ കന്നുകാലികളും ഒരു വേലയും ചെയ്യരുത് എന്ന് പറയുന്ന ആ ഒരു കൽപ്പന, ഈ 1 മുതൽ 4 വരെയുള്ള കൽപ്പന. അതുകൊണ്ട് ഇതാണ് യഥാർത്ഥത്തിൽ അത് ലംഘിക്കുമ്പോഴാണ് വാസ്തവത്തിൽ പാപപരിഹാരയാഗം നമുക്ക് അർപ്പിക്കണത്. പാപപരിഹാരയാഗമെന്ന് പറയുന്നത് ദൈവത്തോടും നാം പാപം ചെയ്യുമ്പോൾ 1 മുതൽ 4 വരെയുള്ള കൽപ്പനയ്ക്ക് നാം ലംഘനം വരുത്തുമ്പോഴാണ് പാപയാഗം അർപ്പിക്കേണ്ടത്. അത് നിർബന്ധമാണ്. നാം പാപയാഗം അർപ്പിച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഈ തെറ്റിൽ നിന്ന് നമുക്ക് വീണു പോകാൻ സാധ്യത വളരെയാണെന്ന് കാണുന്നതൊക്കെ സാധിക്കുന്നു. അവിടെ അതിനുള്ള പ്രത്യേകത എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു എന്നതാണ്, അതിൻ്റെ പുനഃസ്ഥാപനമാണ്, അല്ലെങ്കിൽ മരിക്കാൻ പോകുന്നതാണ് എന്നുള്ള ആ 2 കാഴ്ചപ്പാടുകളും. അതായത് അന്നത്തെ ആളുകൾ ചെയ്തുകൊണ്ടിരുന്നത് കർത്താവായ യേശു ക്രിസ്തു ആ പാപയാഗത്തിന് വേണ്ടി നമ്മൾക്ക് വേണ്ടി മരിച്ചു അല്ലെങ്കിൽ മരിക്കും എന്നുള്ള ആ ഒരു വലിയ സന്ദേശമാണ് ആ പാപയാഗത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് നിർബന്ധമായും ഒരു വ്യക്തി ചെയ്യേണ്ടതായിട്ടുള്ള യാഗമാണ് പാപയാഗം എന്ന് പറയുന്നത്. അത് പാപം ഗൗരവമുള്ളതാണെന്ന് കാണിക്കുവാനും പാപിയെ ദൈവത്തോട് യഥാസ്ഥാനപ്പെടുത്തുവാനും ഇതിനെ സഹായിക്കും. പാപം ഗൗരവമുള്ളതാണ്, അത് അവനവൻ തന്നെയാണ് കൊണ്ടുവന്ന് അറുത്ത് ആ രക്തം മഹാപുരോഹിതനെ ഏൽപ്പിക്കേണ്ടത്. ആ പാപയാഗത്തിൽ ആ വ്യക്തി തന്നെയാണ് ആ അല്ലെങ്കിൽ മൃഗത്തെ അറുക്കേണ്ടത് ആ വ്യക്തി തന്നെയാണെന്ന് നമുക്ക് കാണുവാനൊക്കെ കൊണ്ട് സാധിക്കുന്നു. അപ്പം പാപയാഗം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. പാപയാഗമെന്ന് പറയുന്നത് ദൈവത്തോടുള്ള നമ്മുടെ കൽപ്പനാ ലംഘനത്തിൻ്റെ ഫലമായി നാം ചെയ്യുന്ന യാഗമാണ് പാപയാഗമെന്ന് പറയുന്നത്. നമ്മൾ 1ാമതായി പഠിച്ചത് ഹോമയാഗം, പിന്നെ 2ാമതായി പഠിച്ചത് ഭോജനയാഗം, 3ാമതായി പഠിച്ചത് സമാധാനയാഗം. ഈ 3 കാര്യത്തിലും നിർബന്ധമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നുണ്ട്, പകരം അത് ഇന്നപ്പോൾ ഇന്ന സമയത്ത് ചെയ്യണമെന്ന് ദൈവമൊന്നും വ്യവസ്ഥ പറയുന്നില്ല. 1ാമത്തെ ഹോമയാഗം അത് നമുക്ക് പ്രായശ്ചിത്തമായി അർപ്പിക്കാവുന്നതാണ്. ഭോജനയാഗം ആരാധനയുമായി ബന്ധപ്പെട്ടാണ്. സമാധാനയാഗം നന്ദിയുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങളും നമുക്ക് നിർബന്ധമില്ലാതെ യാഗം അർപ്പിക്കേണ്ടതാണ്. എങ്കിൽ പോലും നമ്മൾ അർപ്പിക്കുന്നു.
ഒപ്പം തന്നെ നാലാമതായിട്ട് നമുക്ക് പാപപരിഹാരയാഗത്തെക്കുറിച്ച് കാണാൻ സാധിക്കുന്നു. അത് നിർബന്ധമായി 1 മുതൽ 4 വരെയുള്ള കൽപ്പന ലംഘനത്തിന് വേണ്ടി നാം അർപ്പിക്കുന്ന യാഗമാണ് യാഗമെന്ന് പറയുന്നത്. ഒരുപക്ഷെ ഞാനിങ്ങനെ നാം അർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നമ്മളിപ്പോൾ ഇന്ന് ഉള്ള ആളുകൾ അത് അർപ്പിക്കുന്നുണ്ടോ? പ്രിയമക്കളെ, ഇല്ല. കർത്താവായ യേശു ക്രിസ്തു ഇതെല്ലാം ഒരിക്കലായിട്ട് അർപ്പിക്കപ്പെട്ടു എന്ന് കാണുവാൻ കൊണ്ട് സാധിക്കുന്നു. 5-മതായിട്ടാണ് അകൃത്യയാഗം എന്ന് പറയുന്നത്. 5-മതായിട്ട് അകൃത്യയാഗത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് അകൃത്യയാഗം? അകൃത്യയാഗവും അനിവാര്യമായ ഒന്നാണെന്ന് കാണാൻ സാധിക്കുന്നു. അനിവാര്യമായതാണ്, അത് നിർബന്ധമായി ചെയ്യേണ്ട കാര്യമാണ് അകൃത്യയാഗം. അകൃത്യയാഗം നിർബന്ധമായി ചെയ്യേണ്ട യാഗമാണ് അകൃത്യയാഗം എന്ന് പറയുന്നത്. അതായത് മറ്റുള്ളവരോട് ചെയ്ത പാപങ്ങൾ, ഈ യാഗത്തിൻ്റെ പ്രത്യേകതയാണ് എന്താണ് മറ്റുള്ളവർ? നിർദയമായ അല്ലെങ്കിൽ ദേശത്ത് ദീർഘായുസ്സുണ്ടാകുക, നിൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക, കുല ചെയ്യരുത്, വ്യഭിചാരം ചെയ്ത് മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, ഒപ്പം തന്നെ നിൻ്റെ ഭവനത്തെയും അല്ലെങ്കിൽ മറ്റുള്ള ഭവനത്തെയും ഭാര്യയും ഒന്നും മോഹിക്കരുതെന്ന് മോഹിക്കുന്നുള്ള കൽപ്പന. അപ്പോൾ ഈ പറയുന്ന 5 മുതൽ 10 വരെയുള്ള കൽപ്പനകൾക്ക് അവിടെ എന്തെങ്കിലും ലംഘിക്കപ്പെട്ടാണ് നമ്മൾ അകൃത്യയാഗം. ഒരു വ്യക്തി മറ്റുള്ള വ്യക്തിയോടുള്ള നമ്മുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലാണ് അകൃത്യയാഗം അർപ്പിക്കുന്നത്. അപ്പോൾ ആ അകൃത്യയാഗം എന്ന് പറയുന്നത് 5 മുതൽ 10 വരെയുള്ള കൽപ്പനയുടെ ലംഘനത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ അർപ്പിക്കേണ്ടത്. പാപത്തിൻ്റെ മാരകമായ പ്രത്യാഘാതങ്ങൾ ക്രിസ്തുവിൻ്റെ മരണം നീക്കിക്കളയും എന്ന് പറഞ്ഞാൽ നാം ആരെങ്കിലും വ്യക്തികളോട് നാം ചെയ്തു പോയ അപരാധങ്ങളുടെ എല്ലാവിധമായ കുറ്റങ്ങളും കർത്താവായ യേശു ക്രിസ്തു ഏറ്റെടുക്കുമെന്നാണ് എൻ്റെ അർത്ഥം. പ്രഥമം നമ്മുടെ ജീവിതത്തിൽ അനേക ആളുകളോട് നാം മാരകമായ പാപങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. ഒരുപക്ഷെ നമ്മൾ കള്ളം പറയുന്നു, നാം കള്ളസാക്ഷ്യം പറയുന്നു, ഒരുവനെ കുറ്റം വിധിക്കുന്നു, ഒരുവനെ നാം വഴക്ക് പറയുന്നു, ഒരുവനെ നാം എന്തെങ്കിലും വിധത്തിൽ നാം അവനെ അധിക്ഷേപിക്കുന്നു. ഇതെല്ലാം ആ വ്യക്തിയുടെ ഹൃദയത്തിൽ വേദന ഉണ്ടാകുന്നതാണ്. നമുക്കറിയാം ഒരു വ്യക്തി നമ്മോട് ചെയ്യുന്ന പ്രവൃത്തിയുടെ വേദന എത്രമാത്രമാണെന്ന്. ഒരുപക്ഷെ നമ്മൾ മറ്റുള്ള വ്യക്തികളെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അവർ ചെയ്തു പോയ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ എന്തുമാത്രമാണ് വേദനിപ്പിച്ചിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കൊണ്ട് സാധിക്കും. ആ വേദനയുടെ ഫലം ആരാണ് അനുഭവിക്കുന്നത്? ആ വ്യക്തി എപ്പോഴും നമ്മെ ഓർത്ത് ദുഃഖിക്കുന്നു, വിഷമിക്കുന്നു. മക്കളെ, അവിടെ ഒരു പാപം കിടപ്പുണ്ട്. ആ കിടക്കുന്ന പാപം ആരാണ് എടുക്കുന്നത്? അതിൻ്റെ ഉത്തരവാദി ആരാണ്? നാം ഓരോരുത്തരും മാത്രമാണ് അതിൻ്റെ ഉത്തരവാദി. അങ്ങനെ ആ പാപം കിടക്കുന്നുകൊണ്ട് പ്രിയമക്കളെ, അതിൻ്റെ ഉത്തരവാദിത്വം നമ്മളായതുകൊണ്ട് നമുക്ക് മരണം തന്നെ സുനിശ്ചിതമാണ്. പക്ഷേ ആ പാപം കർത്താവായ യേശു ക്രിസ്തു ഏറ്റെടുക്കുകയാണ്. ഇവിടെ പറയുന്നു, അപരാധം ചെയ്യപ്പെട്ടവന് നഷ്ടപരിഹാരം ലഭ്യമാക്കുന്നു. അപ്പം ആ അകൃത്യയാഗം മൂലം ഒരുപക്ഷെ അവിടെ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നഷ്ടപരിഹാരമുണ്ടായിരുന്നു. ആ തെറ്റുകൾക്ക് നഷ്ടപരിഹാരം. അപ്പോൾ മറ്റുള്ള വ്യക്തികൾ നഷ്ടപരിഹാരം കിട്ടും. അതേപോലെ അതാണ് സമൂഹത്തിൽ അനീതി എന്ന് പറയുന്നത്. ഒരുപക്ഷെ നമുക്കറിയാം, ഒരു വ്യഭിചാരം ചെയ്ത് അല്ലെങ്കിൽ ഒരു ബലാത്സംഗം ചെയ്ത്, ഒപ്പം തന്നെ ഒരു മോഷണം നടത്തി, ഒരുവനെ കൊലപാതകം ചെയ്ത്, ഇങ്ങനെ നാം മറ്റുള്ള വ്യക്തികളോട് ചെയ്യുന്ന ആ വലിയ അപരാധങ്ങൾ, അതിനുള്ള ശിക്ഷ നമുക്ക് ഓരോരുത്തർക്കുമാണ് ലഭിക്കേണ്ടത്, നാം ചെയ്തു പോയ അപരാധങ്ങൾ. പക്ഷേ അതൊന്നും നമ്മളെ ബാധിക്കാതെ കർത്താവായ യേശു ക്രിസ്തു അത് മുഴുവനായി ഏറ്റെടുക്കുകയാണ്. പക്ഷേ നാം ദൈവത്തോട് ക്ഷമ പറയണം. അതുകൊണ്ടാണ് നമ്മളിപ്പോഴും ആ അകൃത്യയാഗം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു അത് വീണ്ടും ചെയ്ത്, അല്ലെങ്കിൽ ഒരിക്കലായിട്ട് ചെയ്തു കഴിഞ്ഞു. നമ്മൾ പറയുമ്പോൾ അവിടെ യാഗം നടക്കുന്നു, നമ്മളത് കർത്താവായ യേശു ക്രിസ്തു ഏറ്റെടുക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അതികഠോരമായ പാപങ്ങളെന്ന് പറയാൻ കാരണം. അതുകൊണ്ട് ഇനി മേല പാപം ചെയ്യരുതെന്ന് പറയുന്നതിൻ്റെ കാരണവും അതുകൊണ്ടാണെന്ന് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ അകൃത്യയാഗം എന്ന് പറയുന്നത് 5 മുതൽ 10 വരെയുള്ള കൽപ്പനയുടെ ലംഘനത്തിൻ്റെ ഫലമായി അവിടെ നടക്കുന്ന യാഗമാണെന്ന് കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ 5 യാഗങ്ങളെക്കുറിച്ചാണ് ഇന്ന് ചിന്തിപ്പാൻ ഇടയെ തീർന്ന്: ഹോമയാഗം, ഭോജനയാഗം, സമാധാനയാഗം,
ഒപ്പം തന്നെ പാപപരിഹാരയാഗം, അകൃത്യയാഗം. അപ്പോൾ എന്താണ് ഹോമയാഗം? ഒരുവൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി അവൻ സ്വമേധ അർപ്പിക്കേണ്ട യാഗമാണ്. രണ്ടാമതായി ഭോജനയാഗം എന്ന് പറയുന്നത് ദൈവത്തെ സ്തുതിക്കുന്നതിനും ആരാധിക്കുന്നതിനും വേണ്ടി അർപ്പിക്കുന്നതാണ് ഭോജനയാഗം എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് സമാധാനയാഗം എന്ന് പറയുന്നത് ദൈവത്തിന് നന്ദി പറയേണ്ടതാണ് സമാധാനയാഗം. പിന്നീട് നാലാമതായി കാണാൻ സാധിക്കുന്നത് പാപപരിഹാരയാഗം. അത് ദൈവത്തോട് നാം ചെയ്തു പോയ എല്ലാ അപരാധങ്ങൾക്കും നമുക്ക് ദൈവസന്നിധിയിൽ കൊണ്ടുവരുന്ന യാഗമാണ് പാപപരിഹാരയാഗം. 5 എന്ന് പറയുന്നത് നാം വ്യക്തികളോട് ചെയ്യുന്ന പാപങ്ങൾ, ഒരുവനും മറ്റുള്ള വ്യക്തികളോട് ചെയ്തു പോകുന്ന പാപങ്ങൾ, അതൊക്കെയാണ് ഈ അകൃത്യയാഗത്തിലേക്ക് വരുവാൻ കൊണ്ടും ഇടയായി തീർന്നത്. പിന്നീട് നമുക്ക് ധാരാളം ഇനി 9 യാഗങ്ങളും കൂടെ നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുവാൻ കൊണ്ട് സാധിക്കും. അവിടെ പാനീയാഗത്തെക്കുറിച്ച് പറയുന്നു, സ്വമേധാദാനത്തെക്കുറിച്ച് പറയുന്നു, സ്വമേധയാഗത്തെക്കുറിച്ച് പറയുന്നു. പിന്നീട് നമുക്ക് സ്തോത്രയാഗത്തെക്കുറിച്ച് കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ നമുക്ക് പലവിധമായിട്ടുള്ള യാഗങ്ങളെ നമുക്ക് വീണ്ടും വീണ്ടും കാണുവാൻ കൊണ്ട് സാധിക്കും. അതൊക്കെയും പറഞ്ഞുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്കത് ക്ലാസ്സുകൾ പൂർത്തീകരിക്കപ്പെടാൻ സമയം അല്ലെങ്കിൽ നമുക്ക് പരിമിതമായതുകൊണ്ട് തന്നെ ആ വിഷയങ്ങളൊക്കെ നമുക്ക് നിങ്ങൾ സ്വമേധയാ പഠിക്കുകയും ഒപ്പം തന്നെ ഇനി മറ്റൊരവസരത്തിൽ നമുക്ക് ലഭിക്കുമെങ്കിൽ നിശ്ചയമായും ആ പഠനങ്ങളൊക്കെ പഠിപ്പിക്കാൻ തൊക്കെ സാധിക്കും. അപ്രകാരം നാം ഓർക്കേണ്ട കാര്യം ഈ 5 കാര്യങ്ങളാണ് നമുക്ക് ഓർക്കേണ്ടത്. ആ 5 യാഗങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായി ഓർക്കേണ്ട കാര്യം പാപപരിഹാരയാഗവും അകൃത്യയാഗവും. പാപപരിഹാരയാഗം എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തോട് നാം ചെയ്യുന്നു പോകുന്ന അപരാധങ്ങൾ. അകൃത്യയാഗം എന്ന് പറയുന്നത് മറ്റുള്ള വ്യക്തിയോട് ചെയ്യുന്ന അപരാധങ്ങളിൽ നിന്ന് കാണുവാൻ കൊണ്ട് സാധിക്കും. പ്രിയ ദൈവമക്കളെ, അപ്രകാരം ആ യാഗങ്ങളെല്ലാം തന്നെ കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രതീകവൽക്കരിക്കുന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കൊണ്ട് സാധിക്കുന്നു. നാം ചെയ്യുന്ന ഓരോ അപരാധങ്ങളും, ഓരോ തെറ്റുകളും, ഓരോ കുറ്റങ്ങളും എല്ലാം കർത്താവായ യേശു ക്രിസ്തുവിന് തലയിലേക്ക് ചുമത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് യേശു ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആണ് ചെയ്തത്. നമുക്ക് വേണ്ടി വക്കീലായി ഒരു മധ്യസ്ഥനായ കർത്താവ് നമ്മുടെ ഒപ്പം സ്വർഗീയ കൃപാസനത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവം അത് ഏറ്റുപറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമുക്കിനി ഒരു തീരുമാനമെടുക്കാം. ഒരിക്കലും ഞാൻ പാപം ചെയ്യുകയില്ല, ഞാൻ ആരെ വേദനിപ്പിക്കുകയില്ല, ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ അനുസരിക്കുന്നുള്ള ആ ഒരു ഉറച്ച തീരുമാനത്തോടു കൂടി മുന്നോട്ട് പോകാണ്ടിരിക്കണം. ദൈവം നമ്മെ എല്ലാവരും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥനയോട് നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയോടെ ഞങ്ങളെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയനാഥ, മനോഹരമായ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അവിടുത്തെ എല്ലാ അനുഗ്രഹത്തിനായ സ്തോത്രം പിതാവേ. സ്വർഗീയമായ നന്മ കൊണ്ട് കർത്താവ് നിറയ്ക്കണമേ പിതാവേ. ദൈവമേ, 5 പ്രധാനപ്പെട്ട യാഗങ്ങളെക്കുറിച്ച് പഠിക്കാൻ കർത്താവ് സഹായിച്ചു. അവിടെ ഞങ്ങളെ അനുഗ്രഹിക്കണം പിതാവേ. ഞങ്ങളൊരിക്കലും പാപം ചെയ്യത്തില്ല എന്ന തീരുമാനത്തോട് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണം. കൃപ നിറയ്ക്കണമേ. മാനവമുഖത്തും കർത്താവ് എടുക്കണം. യേശു കർത്താവ് നാം ചോദിക്കുമ്പോൾ ദൈവം നീ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.